ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായം. അതിൽ 9ഉം 10ഉം ശ്ലോകങ്ങൾ ഇപ്പോൾ പറയണം. 6-ാമത്തെ ഭാഗം. ഓം ഉപവർണിതമേതദ്വ പുണ്യം പാരീക്ഷിതം മയാ വാസുദേവ കഥോപേതമാഖ്യാനം യത് അപൃച്ഛതാം. വാസുദേവ കഥ ഉപേതം. വാസുദേവ കഥകളോട്, വാസുദേവൻ്റെ കഥ ഉപേതം അത് ചേർത്ത് വെച്ച്, വാസുദേവൻ്റെ കഥയോട് കൂടിയിട്ട് പുണ്യം. വാസുദേവ കഥ ഉപേതം, വാസുദേവൻ്റെ കഥയോട് കൂടിയിട്ട് പുണ്യം. അത് കേട്ട് കഴിഞ്ഞാൽ പുണ്യമാണ്. പിന്നെ വാസുദേവൻ്റെ കഥയിൽ ഈ പരീക്ഷത്ത് ഇനി അതാണ് പരീക്ഷിതം. അങ്ങനെയുള്ള പരീക്ഷത്തിനെ സംബന്ധിച്ചതായിട്ടുള്ള ഏതത് ആഖ്യാനം, ഈ പുണ്യമായിട്ടുള്ള കഥ, ഈ വിവരണം വഹ നിങ്ങളോട്. സൂതം പറയാണ്, ശൗനകാദി മഹർഷിമാരോട് പറയാണ്, ആഖ്യാനം ഈ കഥ നിങ്ങളോട് വഹ മയ എന്നാൽ ഉപവർണിതം വർണ്ണിക്കപ്പെട്ടു. അത് ഉപവർണിതം കൂടെ വർണ്ണിക്കപ്പെട്ടു. ഇത് അപൃച്ഛത യാതൊന്നാണോ നിങ്ങൾ ചോദിച്ചത് അത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഉപവർണിതം ഏതത് വഹ. ഇപ്പോൾ നന്നായിട്ട് തന്നെ കൂടെ ഞാൻ വർണ്ണിച്ചു. യാതൊന്നാണോ നിങ്ങളോട് ഉപവർണിതം ഏതത് വഹ. വഹ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഏതത് എന്താണോ പറഞ്ഞത് അത് ഉപവർണിതം കൂടെ വർണ്ണിച്ചതാണ്. പുണ്യം അതീവ പുണ്യമായിട്ടുള്ള പാരീക്ഷിതം പരീക്ഷത്തിനെ സംബന്ധിച്ചതായിട്ടുള്ള, പരീക്ഷത്ത് രാജാവിനെ സംബന്ധിച്ചായിട്ടുള്ള മയ സൂതനാൽ, ഞാനാകുന്ന സൂതനാൽ, വാസുദേവ കഥ ഉപേതം വാസുദേവൻ്റെ കഥ അത് കൂട്ടിച്ചേർത്തു. ഉപേതം ആഖ്യാനം അതിനെയാണ് ഞാൻ വിസ്തരിച്ചത്. ആ കഥയെയാണ് ഞാൻ പറഞ്ഞത്. യത് അപൃച്ഛത യാതൊന്നാണോ നിങ്ങൾ ചോദിച്ചത് അതിനെയാണ് ഞാൻ പറഞ്ഞത്. ഉപവർണിതം ഏതത് വഹ പുണ്യം പാരീക്ഷിതം മയ വാസുദേവ കഥ ഉപേതം ആഖ്യാനം യത് അപൃച്ഛത. ഉപവർണിതമേതദ്വ പുണ്യം പാരീക്ഷിതം മയ വാസുദേവ കഥോപേതം ആഖ്യാനം യത് അപൃച്ഛത. ഇനി 10-ാമത്തെ ശ്ലോകം. യാ കഥാ ഭഗവത കഥനീയോരു കർമ്മണ ഗുണകർമാശ്രയാ പുംഭി സംസേവ്യാസ്ത ബുഭൂഷുഭി. കഥനീയ ഒരു കർമ്മണ, പറയപ്പെടേണ്ടതായിട്ടുള്ള വലിയ കർമ്മങ്ങൾ. കഥനീയ പറയപ്പെടേണ്ടതാണ്. ഒരു വലിയ കർമ്മണ കർമ്മം ചെയ്യുന്ന ആളുടെ. ഇവിടെ കർമ്മ എന്ന് പറഞ്ഞാൽ കർമ്മം, കർമ്മണ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നയാളുടെ. കഥനീയ ഒരു കർമ്മണ. ഭഗവാന്റെ കഥകൾ സ്വതേ വളരെ വലിയ കഥകളാണ്. കർമ്മം ചെയ്യുന്ന ആ ഭഗവത ശ്രീകൃഷ്ണസ്യ, ശ്രീകൃഷ്ണനാകുന്ന ഈ ഭഗവാന്റെ കഥകൾ ഗുണകർമ്മ ആശ്രയാഹ ഗുണകർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഗുണകർമ്മം എന്നുള്ളത് ഭഗവത് അനുഗ്രഹം എന്ന രീതിയിലാണ്, ത്രിഗുണം എന്ന രീതിയിൽ കണക്കാക്കരുത്. ഗുണകർമ്മ ആശ്രയാഹ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അത് എല്ലാവർക്കും കൊടുക്കുക എന്ന രീതിയിൽ ഗുണകർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന യാ കഥാഹ ഏതൊക്കെ കഥകളാണോ അവ ബുഭൂഷുഭി അതിനെ ആഗ്രഹിക്കുക. ബുഭൂഷു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇനിയും വേണം എന്ന ആർത്തിയോട് കൂടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യാറും ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ആഗ്രഹിക്കുന്നതിനെ വേണം എന്ന് വിചാരിക്കും, ആസക്തിയോട് കൂടിയിട്ട്. ഇവിടെ ബുഭൂഷുഹു എന്താണ്? ബുഭൂഷുക്കളായിട്ട് മാറി. എന്താണ്? യാ കഥാഹ ശ്രീകൃഷ്ണസ്യ ഒരു കഥനീയ കർമ്മണ. അങ്ങനെയുള്ള ഭഗവാന്റെ ഗുണകർമ്മ ആശ്രയാഹ കർമ്മങ്ങളെ, ഭക്തദാനുഗ്രഹ കർമ്മങ്ങളെ ഏതൊക്കെയാണോ നിങ്ങളോട് പറയേണ്ടത് അത് മുഴുവൻ താഹ ബുഭൂഷുഭി നിങ്ങൾ വളരെയധികം അതിൻ്റെ സാത്വിക ഭാവത്തോടു കൂടിയിട്ട് കേൾക്കാൻ ആഗ്രഹിച്ചു. പുംഭി അങ്ങനെയുള്ള ജീവൻ, ഈ മനുഷ്യന്മാരാൽ, ജീവനുകളാൽ, സംസേവ്യാഹ അത് സേവിക്കപ്പെടണം. എപ്പോഴും അത് തന്നെ പറയണം, അത് കേൾക്കണം, അത് മനനം ചെയ്യണം, അത് പാരായണം ചെയ്യണം. ഇങ്ങനെയല്ലേ? ഇപ്പോൾ ഭഗവാന്റെ കഥകൾ സദാസമയത്തും കേൾക്കണം. യാ കഥാഹ ഭഗവത യാഹ കഥാഹ ഭഗവത. ഏതേതൊക്കെ കഥകളാണോ ഭഗവാന്റേതായിട്ടുള്ളത് കഥനീയ അത് പറയുക തന്നെ വേണം. ഒരു കർമ്മണ കാരണം അത്രയും വലിയ കർമ്മങ്ങളെ ചെയ്യുന്നയാളാണ് ഭഗവാൻ. മാത്രമല്ല ഗുണകർമാശ്രയാഹ ഈ സാത്വികമായിട്ടുള്ള കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന, ഇപ്പോൾ ശ്രോതാവും അതെ വക്താവും അതെ
അതേപോലെ ഇതിലെ കഥാപാത്രങ്ങളും അതെ, ഭക്തന്മാരും അതെ, ഒക്കെ ഗുണകർമാശ്രയാഹ ആണ്. അങ്ങനെയുള്ള പുംഭി ജീവജാലങ്ങളെ സംസേവ്യാസ്താഹ സംസേവ്യാഹ താഹ അങ്ങനെ സേവിക്കുക തന്നെ വേണം. എന്തിനാ സേവിക്കേണ്ടത്? ഈ ഭഗവാന്റെ കഥകളെ സേവിക്കുക, ഭക്തന്മാരെ സേവിക്കുക, ഇത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രോതാക്കളെ, അത് പറയുന്നതായിട്ടുള്ള വക്താക്കളെ ഒക്കെ സംസേവ്യ. അപ്പോൾ നമ്മൾ ഈ ഗുരുസേവ മാത്രമൊന്നും പോരാ, എല്ലാവർക്കും ഇതേപോലെ സേവനത്തെ നാം കൊടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വായനയ്ക്ക് അന്നദാനമൊക്കെ കൊടുക്കാനുള്ള കാരണേ. അവർക്ക് വേണ്ടതൊക്കെ ഇരിക്കാനുള്ള കസേരയിട്ട് കൊടുക്കണം, എന്തെല്ലാം പന്തൽ വേണം, ഇരിപ്പിടം വേണം, മറ്റേ ചായയും ചോറും ഒക്കെ വേണം, കിടക്കാനുള്ള സൗകര്യം, അതൊക്കെ ഭാഗവത മൂലത്തിൽ തന്നെ ഈ മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംസേവ്യാസ്ത എല്ലാവർക്കും ഇതേപോലെ സേവനം ചെയ്യണം. നമ്മൾ ഭഗവാനെ സേവിക്കണം, ഭഗവാന്റെ കഥകളെ സേവിക്കണം, ഭഗവാന്റെ കഥകളെ പറയണം. ഇവിടെ സംസേവ്യാഹ എന്നുള്ളത് ആ കഥകൾക്ക് പ്രാധാന്യം കൊടുത്തു. ഇനി അത് ആരാണ്? ശ്രോതാക്കൾ, ബുഭൂഷുഭി, ശ്രോതാക്കളായിട്ടുള്ള ശൗനകാദി മഹർഷിമാർ ഇപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം എന്ന ആസക്തിയോട് കൂടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് ബുഭൂഷുഭിഹി. അപ്പോൾ നമ്മളും അതേപോലെ ഭാഗവതന്മാരാണ്, ഈ കഥകളെ കേൾക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട്. ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കഥകൾ കേൾക്കാൻ നല്ല താല്പര്യം. അത് നമ്മൾ കേൾക്കുമ്പോൾ അറിയാതെ കണ്ട അതിൻ്റെ തത്വങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറും. ഇനി കുറച്ച് പണ്ഡിതനാവണം എന്ന് ആഗ്രഹിക്കേണ്ടത് വെച്ചാൽ ഭാഗവതം മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ ഉള്ളിൽ കാവ്യമുണ്ട്, ഇല്ലാത്തൊന്നുമില്ല. ഇതിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, ഇതിൽ 10 ലക്ഷണങ്ങളോട് കൂടിയിട്ടില്ല. എത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. അപ്പോൾ അത് 10 ലക്ഷണങ്ങൾ ആ നിലയ്ക്കുണ്ട്. പിന്നെ ഗ്രന്ഥത്തിന് എന്തൊക്കെ ലക്ഷണങ്ങൾ വേണോ അത് മുഴുവൻ ഇതിലുണ്ട്. അങ്ങനെ പലതുമുണ്ട്. ശ്ലോകങ്ങൾക്ക് ഘടന, മറ്റേ സപ്തധാതു രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഗായത്രി, ഉഷ്ണിക, അനുഷ്ഠപ്പ് തുടങ്ങിയിട്ടുള്ള ജഗതി വരെയുള്ള 7 അത് സപ്തധാതുക്കൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഛന്ദസ് ഇങ്ങനെ ഛന്ദോബദ്ധമായിട്ട് ചെയ്തത്. അതേപോലെ അതിൽ പഞ്ചമസ്കന്ധത്തിൽ ഒരുപാട് ഗദ്യങ്ങളാണ് ഉള്ളത്. അതേപോലെ ഈ മൃദു അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കൽ, മൃദു അക്ഷരങ്ങളും കഠിനാക്ഷരങ്ങളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കൽ, അങ്ങനെ ഊർജ്ജപ്രദാനം ഈ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ അനവധി ഉണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗവതത്തെ വീണ്ടും വീണ്ടും കേൾക്കുക, മനനം ചെയ്യുക. അതുകൊണ്ടാണ് ഭാഗവതത്തിന് ഇത്രയും പ്രചാരം വരാൻ കാരണം. പ്രത്യേകിച്ച് കലിക്കാലത്തിൽ നാമപുരാണമാണ്. അപ്പോൾ എങ്ങനെയായാലും ബുഭൂഷുഭി ആവണം നമ്മൾ. ബുഭുക്ഷ വേണ്ടേ? ഇനി ആഹാരം കഴിക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചീത്ത അത് വേണ്ട. എന്താ വേണ്ടത്? ഈ ഭാഗവതത്തിനോടും ഭഗവാനെ ആശ്രയിക്കുന്നവരോടും ഭക്തന്മാരോട്, അതേപോലെ ഭഗവാന്റെ ലീലകളോടും ഈ ഭക്ത അനുഗ്രഹ കഥകളോടും, പിന്നെ അത് പറയുന്നവരോടും അത് കേൾക്കുന്നവരോടും ഒക്കെ ഇങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഇവിടെ തന്നെ മുക്തി കിട്ടിയതാണ്. വേറെ ഒന്നും വേണ്ടാന്നാ, കർമ്മങ്ങളൊന്നും മറ്റു വേറെ ഒന്നും ചെയ്യണ്ടെന്ന് അത്രയും പറയുന്നുണ്ട് ഭാഗവതം. ഇപ്പം നമ്മൾ രാവിലെ നീട്ടു, കുളിച്ചു, മറ്റേത് ആദിത്യമംബിക, വിഷ്ണു, ഗണനാഥ, മഹേശ്വരം, വന്യം അതൊക്കെ ചെയ്തു. അതിന് ശേഷം എന്തൊക്കെയാണ് ക്ഷേത്ര ദർശനം, നമസ്കാരം, ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണല്ലോ 6 മണിക്ക് വെളിച്ചാവില്ല, അല്ലെങ്കിൽ വെളിച്ചാവിനോട് കൂടിയിട്ട് നമ്മൾ അമ്പലത്തിൽ ചെന്ന് നിന്നിട്ട് ഈ പാരായണം തുടങ്ങും. സഹസ്രാമം തൊട്ടുള്ള കാര്യങ്ങൾ ക്രമേണ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ അത് മാത്രമേ വേണ്ടൂ, കർമ്മം വേറൊന്നും വേണ്ട. അതിലിതൊക്കെ പെടും, ഈ യജ്ഞ സംവിധാനത്തിൽ ഇതൊക്കെ പെടും. അപ്പോൾ അതുകൊണ്ട് ഭാഗവതം നിർബന്ധമായിട്ടും കൊല്ലത്തിലൊരിക്കലെങ്കിലും സദാസേവ്യാണ് വേണ്ടത്. പക്ഷേ എങ്കിലും കൊല്ലത്തിലൊരിക്കലെങ്കിലും വേണം. അതിനെങ്കിലും ഒരു ബുഭൂഷുഭി. പിന്നെ വീട്ടിലിരുന്നിട്ട് എല്ലാ ദിവസവും കുറച്ചെങ്കിലും വായിക്കുക. യാ കഥാ ഭഗവത കഥനീയോരു കർമ്മണ ഗുണകർമ്മ ആശ്രയാ പുംഭി സംസേവ്യാസ്താ ബുഭൂഷുഭി. ഇങ്ങനെ 9ഉം 10ഉം 2 ശ്ലോകങ്ങളെ പറഞ്ഞു. അത് 6ാമത്തെ ഭാഗമായിട്ട്. ഇനി ശൗനകാദി മഹർഷിമാർ അതിൻ്റെ ഉത്തരം പറയുകയാണ്, അല്ലെങ്കിൽ അടുത്ത ഭാഗം പറയുകയാണ്. നമുക്ക് നാളെ പറയാം.